പേരുടെ മേലും ഉണ്ടായിരുന്നു അല്ലേ? ഒരു ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ 10,000 പേരുണ്ട് എങ്കിൽ, ഒരു നല്ല അഭിഷേകം പ്രാപിച്ച ദൈവദാസമുള്ള ചർച്ചാണ് എങ്കിൽ, ആ ചർച്ചിനകത്തുള്ള 99% ആളുകളും അന്യഭാഷയിൽ സംസാരിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നത് അഭിഷേകം പ്രാപിച്ചതാണോ? നോ 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 നോ. അഭിഷേകം പ്രാപിച്ചതാണോ എന്നല്ല, നിങ്ങൾക്ക് ദൈവം അഭിഷേകം തന്നിട്ടുണ്ടോ, നിങ്ങളുടെ അഭിഷേകം എന്തുവാന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഒരാൾ ഭയങ്കര അന്യഭാഷ ഇരുന്ന് ഇങ്ങനെ, നമ്മൾ അന്യഭാഷ കളിയാക്കി പറയല്ല, ഞാൻ അന്യഭാഷ പറയുക, നമ്മൾ ഒറിജിനൽ അന്യഭാഷ പറഞ്ഞ് നമ്മൾ ആരാധിക്കുക, അന്യഭാഷ ആരാധിക്കുക. ഈ അന്യഭാഷ പറയുന്നവൻ ഒരു പ്രത്യേക പരിപാടിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കുവാനുള്ള വേണ്ടി അല്ല അവൻ അന്യഭാഷ കൊടുത്ത്. അഭിഷേകം ഉണ്ടെങ്കിൽ, ഈ അഭിഷേകം ഇവന്റെ മേൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് അവന്റെ മേൽ ഉണ്ടെങ്കിൽ അവനെ ദൈവം എന്തോ ഒരു പദ്ധതിക്ക് വിളിച്ച് അതിനുവേണ്ടി വേർതിരിച്ചു. അതുകൊണ്ടാണ് അനോയിന്റഡ്, അഭിഷക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിഷക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പദ്ധതിക്ക് വിളിച്ച് വേർതിരിച്ചവൻ ആരോ അവനാണ് അഭിഷക്തൻ. ആരാണ് അഭിഷക്തൻ? അഭിഷേകം ലഭിച്ചവനാണ് അഭിഷക്തൻ. അങ്ങനെയാണെങ്കിൽ അന്യഭാഷ പറയുന്ന എല്ലാവരും അഭിഷക്തരാണ് എന്ന് പറയാൻ പറ്റുമോ? നിർബന്ധമില്ല. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും മേലൊരു കോളില്ലേ? കോളുണ്ട്. ദൈവത്തിന് നമ്മുടെ ഓരോരുത്തർ, ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് ദഹിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല കേട്ടോ, സബ്ജക്റ്റ് അല്ല. കാരണം നമ്മൾ ഈ എല്ലായിടത്തും കൈ അടിക്കുന്ന സബ്ജക്റ്റ് മാത്രമാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അടുത്തൊരു ലെവലിലോട്ട് കയറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇന്ന് പ്രസംഗിക്കാം, ഓടാമ്പലുകളെ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കും. മനസ്സിലായില്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ്. അപ്പം നമുക്ക് വേണ്ടി ഓടാമ്പലുകളെ കർത്താവ് തകർക്കത്തില്ലേ? തകർക്കും. അവൻ സമുദ്രത്തെ വറ്റിക്കത്തില്ലേ? വറ്റിക്കും. യോർദാനെ പിൻവാങ്ങത്തില്ലേ? വാങ്ങും. എരിഹോ കോട്ടയെ തകർക്കത്തില്ലേ? തകർക്കും. അവൻ പ്രിസനെ ബ്രേക്ക് ചെയ്യത്തില്ലേ? ബ്രേക്ക് ചെയ്യും. അവൻ പ്രിസൺ ബ്രേക്കറാ. അവൻ നമുക്ക് വേണ്ടി ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരുവൻ അഭിഷക്തനാണ് എന്ന് പറയുമ്പോൾ അവനെ, അതിന്റെ അർത്ഥം he been set apart for a special purpose. കഴിഞ്ഞ ദിവസം ഞാനൊരു വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ എൻ്റെ ഒരു ഇത് കേട്ടോണ്ടിരിക്കുക, എന്തുവാ, അവരുടെ ഒരു ഇന്റർവ്യൂ കേട്ടോണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഭാര്യ ഭർത്താവും ഇന്റർവ്യൂ ആണ്. അപ്പോഴത്തേക്കിന് ഭാര്യയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ മനുഷ്യന്റെ കൂടെ എങ്ങനെ കോപ്പപ്പ് ചെയ്തത്? ഹൗ ഡിഡ് യു കോപ്പ് അപ്പ് വിത്ത് ദിസ് മാൻ? എന്നെ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെൽ വൈസ് ആൻഡ് ലേൺഡ് വുമൻ. പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം, ഈ മനുഷ്യർ ചെയ്യണം, അങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ 5-6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അയാളുടെ വിളി കുടുംബമല്ല. അവർക്ക് ആ ദൈവത്തിന്റെ കാര്യം പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു, പുള്ളിക്ക് ഒരു സ്പെഷ്യൽ അജണ്ട മേളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. എനിക്കിനി ചെയ്യാൻ പറ്റുന്നത് ആ അജണ്ടയെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ കംപ്ലീറ്റ് ആകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ വൈഫിന് ചിരിക്കും ചിലപ്പോൾ, പറയും എന്നോടല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. നോ, അവളോടല്ല ഞാനിത് പറയുന്നത്, എല്ലാവരോടും കൂടെയാ, കേൾക്കുന്നവരോടും കൂടെ. അവള് മനസ്സിലാക്കാൻ പറയുക. ഒരു പുരുഷന് മാത്രമല്ല, സ്ത്രീക്കും ഇതുണ്ടാകാം. കാതറിൻ കുൾമാനെയൊക്കെ വിളിച്ച വിളി എന്നതായിരുന്നു? മദർ തെരേസയെ വിളിച്ച വിളി എന്നതാ ദൈവം വിളിച്ചത്? പലരും പറയും മദർ തെരേസ ദൈവം പറഞ്ഞിട്ടല്ല. നോ 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 നോ, വി ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് വുമൻ. കാരണം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയതാ. അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇമ്പോസിബിൾ. അപ്പോ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതി എപ്പോഴും സുവിശേഷ വേല മാത്രമേ ദൈവം വിളിക്കുന്നുള്ളെന്നാ അല്ല. നോ, ഓരോ ഫീൽഡിലും ദൈവത്തിന് വിളിയുണ്ട് ആളുകളെ കുറിച്ച്. ഓരോ ഫീൽഡിലും ദൈവത്തിന് അഭിഷേകമുണ്ട് ആളുകളെ കുറിച്ച്. ഓരോ ഫീൽഡിലും ഉണ്ട്. അപ്പോ അവര് പറഞ്ഞു, ഞാനത് മനസ്സിലാക്കിയ അന്ന് മുതൽ ഞാൻ ചെയ്തൊരു കാര്യം, ഐ ലെഫ്റ്റ് ഹിം. പിന്നെ എന്റെ ഡ്യൂട്ടി നോട്ട് ടെല്ലിങ് ഹിം വാട്ട് ടു ഡു, ബട്ട് ജസ്റ്റ് സപ്പോർട്ടിങ് ഹിം ഫ്രം ദ ബാക്ക്. വാട്ട് എവർ ഹി ഡസ്, ലെറ്റ് ഹിം ഡു. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. Then I saw him growing.
പുള്ളി രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ വീട്ടിൽ വരത്തുള്ളൂ. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച ഒന്നും കാണാൻ പോലും പറ്റത്തില്ല, ഇല്ല വീട്ടില്. അപ്പൊ ഞാൻ വില്ലേജിൽ പോയിരിക്കും, പിള്ളേരുമായിട്ട് വില്ലേജിലോട്ട് പോകും, അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് സ്കൂളിൽ പോയിരിക്കും, എന്തെങ്കിലും ചെയ്യും. ബട്ട് ദെൻ ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് ഒരു ഇതുണ്ടാവുള്ളൂ. നമ്മള് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണേ. ഇത് അഭിഷേകത്തെ ആദ്യം ഞാൻ പറഞ്ഞു. എഫെസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മളെ അവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് വിളിച്ച് വേർതിരിച്ച് ക്രിസ്തു യേശുവിൽ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ അപ്പോയിന്റ് ചെയ്തെന്ന്, പ്രീ ഡെസ്റ്റിൻ ചെയ്ത് അപ്പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളെ എടുക്കണമെങ്കിൽ എടുത്ത് വായിക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വചനം അറിയാവുന്നവരാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ എവിടുന്നാ വന്നത്? നമ്മളൊക്കെ എവിടുന്നാ? നമ്മുടെ പിതാവാര? അല്ല. നമ്മുടെ പിതാവാര? ദൈവം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മുടെ പിതാവാര? ദൈവം. ഈ ശരീരം വിട്ട നമ്മൾ എങ്ങോട്ടാ തിരിച്ചു പോകുന്നേ? എങ്ങോട്ടാ പോകുന്നേ? അല്ലേ, നമ്മൾ തിരിച്ചു പോകുന്നത് എങ്ങോട്ടാ? കോഴിക്കോട്ടേക്ക് പോവോ? ചങ്ങനാശ്ശേരിക്ക് പോവോ? ഞാൻ ചോദിച്ചത് ഈ ശരീരം വിട്ടാലെന്നല്ല, ലണ്ടൻ വിട്ടാലെന്നല്ല, ഈ ശരീരം വിട്ടാൽ. അതിൻ്റെ അർത്ഥം ഈ ശരീരം നിങ്ങൾക്ക് വിടുവാൻ സാധിക്കുമെങ്കിൽ ഇതിനു മുൻപ് ശരീരമില്ലാത്ത അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു, അല്ലേ? നമുക്ക് ശരീരം, ഇത് കുറച്ച് ഡീപ്പാകട്ടോ, മനസ്സിലാക്കണേ. എങ്കിലും നിങ്ങൾ ഇന്ന് അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് റിഫ്രഷ്ഡ് ആയിട്ട് ഇവിടുന്ന് പോകും. നമുക്ക് ശരീരമില്ലാത്തൊരവസ്ഥ അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ശരീരമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? സ്പിരിറ്റാണ്, അല്ലേ? സ്പിരിറ്റാണ്. അങ്ങനെയെങ്കിൽ ആ സ്പിരിറ്റിനെ സൃഷ്ടിച്ചതാരാ? ശലോമോൻ സഭാപ്രസംഗിയിൽ പറയുന്നു, ദൈവം നമ്മുടെ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോകും. സഭാപ്രസംഗി പഠിപ്പിക്കും. അങ്ങനെയെങ്കിൽ ദൈവം എന്തിനാ നമ്മുടെ ആ സ്പിരിറ്റ് മേനെ സൃഷ്ടിച്ചത്? വൈ ഡിഡ് ഹി ക്രിയേറ്റ് എ സ്പിരിറ്റ് മാൻ? നീ നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ, അല്ലേ, വിളിച്ചു, വേർതിരിച്ചു. നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി. അപ്പൊ ദൈവത്തിന് അതിന് മുൻപുള്ള നമ്മുടെ അവസ്ഥയെ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ നമുക്ക് അത് വാക്യം ഒന്നും വായിക്കാം, ഒറ്റ വാക്യം. അല്ലെ, നിങ്ങൾ ഈ പാസ്റ്റർ പറയുന്നെന്ന് ഓർക്കും. സ്തോത്രം. നാം എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. എപ്പോഴാ തിരഞ്ഞെടുത്തത്? ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൂമിയല്ല, കോസ്മോസ് കേട്ടോ. കോസ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടുന്ന സർവ്വകാര്യങ്ങൾ അതിനകത്തുണ്ട്. പ്രപഞ്ചം അത് സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ നമ്മെ എവിടെ തിരഞ്ഞെടുത്ത്? ഇരുത്തി ചിന്തിച്ചേ, എങ്ങനെ, എവിടെ തിരഞ്ഞെടുത്ത്? അവനിൽ തിരഞ്ഞെടുത്തു. ആരിൽ? ദൈവത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറപ്പെട്ടു വന്നത് എവിടുന്നാ? നമ്മൾ എവിടുന്നാ വന്നത് യഥാർത്ഥത്തിൽ? We are all from ആര്? ഇതല്ല, ഇതിനകത്തുള്ളവൻ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. അവൻ എവിടുന്നാ വന്നേ? ഇപ്പൊ നമ്മളൊക്കെ എവിടുന്ന് വന്നവരാ ഇരിക്കുന്നവർ മുഴുവൻ. നിങ്ങൾ കറുത്താണോ വെളുത്താണോ ചുമന്നാണോ പച്ചയാണോ മഞ്ഞയാണോ കർത്താവിന് വിഷയമല്ല. അത് നിങ്ങളുടെ ശരീരമാ, അത് ശരീരമാ. പക്ഷെ നമ്മൾ വന്നത് എവിടുന്നാ? അവനിൽ തിരഞ്ഞെടുത്തു. ദൈവത്തിൽ ഉണ്ടായിരുന്നവരാ നമ്മളെ അവന് തിരഞ്ഞെടുത്തു. എന്തിനു തിരഞ്ഞെടുത്തു? ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ചിന്തിച്ച് ഭയങ്കര ആഴം അത് കേട്ടോ, മനസ്സിലാക്കണം. ഈ ദൈവത്തിന് തിരഞ്ഞെടുത്ത് എന്തിനാ നമ്മൾ ഓരോരുത്തരും കേരളത്തിലോട്ട് അയച്ചേ?
നമ്മളെ ആഫ്രിക്കയ്ക്ക് അയക്കത്തില്ലായിരുന്നു, അമേരിക്കയ്ക്ക് അയക്കത്തില്ലായിരുന്നു, നമ്മൾ എന്തിനാ കേരളത്തിലോട്ട് അയച്ചു? ഞാൻ എന്തിനാ കോട്ടയം ജില്ല ജനിച്ചത്? അല്ലേ? നിങ്ങൾ എന്തിനാ പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലൊക്കെ ജനിച്ചത്? ദൈവം തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി? അത് അടുത്ത ചോദ്യം. എന്തിനു വേണ്ടി? ദൈവം ചുമ്മാ ഒരു തെരഞ്ഞെടുപ്പ് നടത്തത്തില്ല. ഇപ്പോ നമുക്കൊരു ഒരു സ്പൂൺ ഉണ്ട് കയ്യിൽ, ഒരു സ്പൂൺ. ദൈവം ഈ സ്പൂണിനെ ഉണ്ടാക്കി, അല്ല നമ്മൾ മനുഷ്യരുണ്ടാക്കി, ഞാൻ ഈ സ്പൂണിനെ ഉണ്ടാക്കി. പക്ഷെ സ്പൂൺ പറയുക, എനിക്ക് സ്പൂൺ ആകണ്ട, എനിക്ക് കത്തിയാകണം, എന്നെ കത്തി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കണം. എന്തെങ്കിലും മുറിയുവോ? ചുറ്റിക പറയുക, എന്നെ അടിക്കുന്ന ഇഷ്ടമില്ല, എന്നെ മസാജിന് ഉപയോഗിക്കണം എല്ലാവരും. പറഞ്ഞ ഒരാഴ്ച കൊണ്ട് ആൾക്കാരുടെ തല മുഴുവൻ പൊട്ടി. പറഞ്ഞ് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും എന്താന്നുള്ളത്. അപ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് അവനിൽ തെരഞ്ഞെടുത്തു. He chose us in him and set us apart. അപ്പോൾ ദൈവം തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ദൈവം എന്തോ ഒരു പദ്ധതി. ദൈവം ചുമ്മാ തെരഞ്ഞെടുക്കത്തില്ല. ഓക്കെ, ഞാൻ പറയാം. സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു കടയിലോട്ട് പോകുന്നു തുണി എടുക്കാൻ, ചുമ്മാ പോയി ഇങ്ങനെ വലിച്ചു വാരി എടുക്കുവോ? ഇല്ല. പിന്നെ എങ്ങനെ എടുക്കുന്നേ? നിങ്ങളുടെ ഷേപ്പിന് ചേരുന്ന, അല്ലേ, ഒക്കേഷന് ചേരുന്ന തുണി തിരഞ്ഞെടുക്കും. എന്തിനാ അങ്ങനെ തിരഞ്ഞെടുത്തത്? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ തുണി കൊണ്ടൊരു പ്ലാൻ ഉണ്ട്. യു ഹാവ് എ പ്ലാൻ, എ പർപ്പസ്. ഞാൻ ട്രൗസേഴ്സ് എടുക്കാൻ പോയി. എന്റെ സൈസ് 36 ആ. നിങ്ങൾ പറഞ്ഞല്ലോ അല്ലേ, സ്ഥാനക്കേടാ, കുഴപ്പമില്ല. ഞാൻ പോയി 42 എടുത്തു. ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കും? അല്ല, ഞാൻ പോയി 32 എടുത്തു. ഇവിടെ കേറത്തില്ല, ഞാൻ ഇങ്ങനെ ശ്വാസം മുട്ടി നിൽക്കും, അല്ലേ? അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് 36, 31 ലെങ്ത് എടുത്തു, കറക്റ്റ് നമ്മൾ എടുത്തു. തെരഞ്ഞെടുപ്പ്. അതിന്റെ അർത്ഥം എനിക്ക് ഉപകാരപ്പെടുന്നതിനാണ് ഞാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഗോഡ് ഹാഡ് എ മാസ്റ്റർ പ്ലാൻ. ദൈവം പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം ദൈവം അവനിൽ നിന്ന് നമ്മെ തെരഞ്ഞെടുത്തിട്ട് അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ പോകുന്നത് ഈ പദ്ധതിക്ക് വേണ്ടിയാണ്. ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. എന്നിട്ട് ദൈവം പറഞ്ഞു, നിന്നെ ഉപയോഗിക്കപ്പെടുവാൻ പോകുന്ന പദ്ധതി, നിന്നെ ഞാൻ കേരളത്തിൽ ട്രെയിൻ ചെയ്ത് ബാംഗ്ലൂർ വിട്ട് പഠിപ്പിച്ച് അവിടുന്ന് ചില ദേശങ്ങളിൽ കൂടി കറക്കി നിനക്ക് ആവശ്യമായ എക്സ്പോഷർ തന്ന് അവിടുന്ന് നിന്നെ ഇന്ന രാജ്യത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് പഠിപ്പിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് ഞാൻ നിന്നെ യഥാർത്ഥത്തിൽ എന്റെ പദ്ധതിയിലേക്ക് ഞാൻ നിന്നെ ഇടും. ദൈവം പറഞ്ഞു. അങ്ങനെ ദൈവം, നിങ്ങൾ വ്യക്തത മനസ്സിലാക്കണം. അടുത്തത്, അങ്ങനെ നമ്മുടെ ഇന്നർമേനെ, ആരെ? നമ്മുടെ ഇന്നർമേൻ, യഥാർത്ഥത്തിൽ ഞാൻ എന്ന വ്യക്തി, ദൈവത്തിൽ നിന്ന് വന്നവനെ ദൈവം എങ്ങനെ ചെയ്തു? പ്രോഗ്രാം ചെയ്തു. ഇത് ആഴമാണേ, പെട്ടെന്ന് ദഹിക്കത്തില്ലേ. കർത്താവ് എങ്ങനെ ചെയ്തു? പ്രോഗ്രാം ചെയ്തു. അവൻ അവിടെ നിന്ന് വരുമ്പോൾ അവന്റെ കയ്യിൽ ദൈവം ഒരു മാനിഫെസ്റ്റോ കൊടുത്തു. അവന്റെ കയ്യിൽ ദൈവം ഒരു കത്ത് കൊടുത്തു. കത്തെന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കുക അല്ല ഞാൻ പറയുന്നത്. God prepared him. മനസ്സിലായോ? ഗോഡ് അവനെ ദൈവം അതിനു വേണ്ടി എക്വിപ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ആ രീതിയിൽ ദൈവം അവനെ എങ്ങോട്ട് അയച്ചു? ഭൂമിയിലോട്ട് അയച്ചു. ഭയങ്കര രസകരമാണ്. പഠിച്ചവരെ ഭയങ്കര, നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇവൻ ജനിച്ചു വരുമ്പോൾ ഇവനെ ദൈവം അവിടെ അയച്ചതിന് ശേഷം പറഞ്ഞു, ഇതാണ് എനിക്ക് നിന്റെ മേലുള്ള പദ്ധതി. അതിനുവേണ്ടി ദൈവം നമ്മളെ അയച്ചു. നമ്മൾ എങ്ങനെ വരുന്നത്? ഒരു മാസ്റ്റർ പ്ലാനുമായിട്ട് നമ്മൾ സ്വർഗത്തിൽ നിന്ന് വരിക ഭൂമിയിലോട്ട്. നമ്മൾ ഇവിടെ വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്നാ? ടു എക്സ്റ്റെൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തെ വളർത്തുവാൻ,
സ്ഥാപിക്കുവാൻ ദൈവം നമ്മളെ അയച്ചു. Every human being born on the earth has a mandate. Every human being. അപ്പോൾ അവൻ ഇവിടെ വന്നു. അവൻ ഒരു അമ്മയുടെ ഉള്ളിൽ ഉരുവായി അവൻ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവൻ അവിടെ പല എൻവയൺമെന്റ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ കാണാം 10 പ്രാവിരിക്കുന്നതിന്റെ നടുക്ക് ഒരു കാക്കയും അല്ലേ? ഈ കാക്കയും പ്രാവും തമ്മിൽ എന്തെങ്കിലും യോജിച്ചു? 10 കോഴിയുടെ ഇടയ്ക്ക് ഒരു താറാവ് ഇരിക്കണം. താറാവ് വെള്ളത്തിൽ ചാടി നീന്തും, കോഴിക്ക് വെള്ളത്തിൽ ചാടി നീന്താൻ പറ്റത്തില്ല. ഇത് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തൊരു പോയിന്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ അവരിൽ നിന്ന് തിരഞ്ഞെടുത്തു. അവൻ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ വെച്ച് അവൻ നമ്മെ പ്രോഗ്രാം ചെയ്തു. ആരെ? നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് വെച്ച് അറിഞ്ഞുവിടാം. അവനെ പ്രോഗ്രാം ചെയ്തു. പ്രോഗ്രാം ചെയ്തതിന് ശേഷം, പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡ് ചെയ്ത് ഇങ്ങനെ പോകാവുള്ളൂ, അങ്ങനെ ഫ്രീ വില്ലോടെ അയച്ചത്, ഫ്രീ വിൽ. പക്ഷെ അവന്റെ ഉള്ളിൽ കർത്താവ് അവനൊരു തീ കൊടുത്തു. അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ അറിയാം. The inner man knows. Inner man knows. അതുകൊണ്ട് അവൻ ആ മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. ആൻഡ് ഗോഡ് ഈസ് വാച്ചിങ്. ദൈവം സ്വർഗത്തിൽ നിന്ന് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാ. ഹൗ വെൽ ഹി വിൽ ഡു ദ മാസ്റ്റർ പ്ലാൻ. ഇത് തന്നെയായിരുന്നു യേശുവിന്റെ മേല്. പക്ഷെ യേശു ദൈവമാണ്, നമ്മൾ ദൈവമല്ല. അതാണ് വ്യത്യാസം. ഈസ് ഗോഡ്. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ അന്നത്തെ ജീവിതം വരെ നോക്കിയാൽ he did exactly everything according to the master plan of God. അല്ലേ? ചിന്തകളും നോട്ടങ്ങളും നിരൂപണങ്ങളും കൊടുക്കലും വാങ്ങലും കഴിപ്പും ഡ്രസ്സിങ്ങും അവന്റെ എല്ലാം എങ്ങനെയായിരുന്നു? അക്കോർഡിംഗ് ടു ദ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഹെവൻ. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഹി ഈസ് മൈ ബിലവഡ് സൺ. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നതാ. ബട്ട് വി ആർ ഫാർ അവേ ഫ്രം ഇറ്റ്. ആയിട്ടില്ല. അപ്പോൾ അവനെ ദൈവം മാസ്റ്റർ പ്ലാനോടെ അയച്ചു. അവൻ ഒരു സ്ഥലത്ത് വന്നു, കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ കോട്ടയം അല്ലെങ്കിൽ അവൻ ഉഗാണ്ട, അവൻ അമേരിക്ക, അവൻ ഒരു സ്ഥലത്ത് വന്നു, അവൻ ലണ്ടനിൽ വന്നു, അവൻ അങ്ങ് ജനിച്ചു. ജനിച്ചപ്പോൾ ദൈവം അവിടെ വെച്ചേ തീരുമാനിച്ചിട്ടുണ്ട്, ഇവന്റെ കൂടെ ആരായിരിക്കും ഇവന്റെ സഹോദരൻ, ഭൂമിയിലെ സഹോദരി, അപ്പൻ, അമ്മ. മേരിയെ ഭൂമിയിലേക്ക് കർത്താവ് ദൈവം അയക്കുമ്പോൾ മേരിക്ക് ഒരൊറ്റ മാൻഡേറ്റ് ആയിരുന്നു, ടു ക്യാരി ദ സൺ ഓഫ് ഗോഡ്. ടു ക്യാരി ദ സൺ ഓഫ്. അവൾ അത് ഏറ്റെടുത്തില്ല എങ്കിൽ ഗോഡ് ഹാസ് ടു ചൂസ് സംബഡി എൽസ്. അപ്പോ ഇവൻ മാസ്റ്റർ പ്ലാനുമായിട്ട് വന്നു, ഇവൻ ഭൂമിയിൽ വന്നു, ഇവൻ ലാൻഡ് ചെയ്തു. എങ്ങനെ ലാൻഡ് ചെയ്തു? അമ്മയുടെ ഉദരത്തിൽ. എന്നിട്ട് ഇവൻ പുറത്തേക്ക് വന്നു, ഒരു പുതിയ വേൾഡിലേക്ക് വീണു. വേൾഡിലേക്ക് വീഴുമ്പോൾ ഉണ്ടായിരുന്ന പ്രത്യേകത, സ്പിരിറ്റിന് ഭൂമിയിൽ സ്പിരിറ്റായിട്ട് വസിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അവനൊരു ബോഡി ആവശ്യമാണ്. ബോഡിയെ കൺട്രോൾ ചെയ്യാൻ ഒരു സോള്. അത് രണ്ടും അവൻ എവിടെ നിന്ന് എടുത്തു? ഭൂമിയിൽ നിന്ന് എടുത്തു. സ്പിരിറ്റ് മാൻ എവിടെ നിന്ന് വന്നു? ദൈവത്തിൽ. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, ഒരുവൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ എന്നല്ല, തന്റെ പ്രാണനെ. ഇംഗ്ലീഷിൽ അങ്ങനെയാ, ഇഫ് ഹി ലൂസസ് ഹിസ് സോൾ. ആത്മാവല്ല നഷ്ടപ്പെടുന്നത്, ആത്മാവല്ല നഷ്ടപ്പെടുന്നത്, സോളാണ് നഷ്ടപ്പെടുന്നത്. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാ വന്നത്? He came which was lost. He came for the souls. അല്ലാതെ he did not come for the spirit. He did not come for the body yet. That is how he came for the body as well, but that will happen at the end. രണ്ടാമത്തെ ശത്രുവായി മരണത്തെയും തള്ളിക്കളഞ്ഞു, അപ്പോഴേ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പുള്ളൂ. ഇപ്പോൾ അവൻ വന്നത് സോളിന് വേണ്ടിയാ. He came for the soul. കാരണം ആദാമിനും ഹവ്വായ്ക്കും നഷ്ടപ്പെട്ടത് സോളാണ്.
അത് വേറെ കാര്യം, വേറെ സബ്ജക്റ്റ്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇവനെ ആവശ്യമായ ആളുകളെയും കാര്യങ്ങളെയും എല്ലാം ദൈവം ഇവന് വേണ്ടി ഒരുക്കി, ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ ആത്മാവ് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നർമേൻ പറയുന്നത് കേൾക്കാതെ ഇവന്റെ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും കരം കൊണ്ട് സ്പർശിക്കുന്നതും നാവ് കൊണ്ട് രുചിക്കുന്നതും ഇഷ്ടപ്പെടാൻ തുടങ്ങി. മനസ്സിലായോ? ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇവൻ എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ ദൈവം ചെയ്ത പ്രോഗ്രാമിൽ നിന്ന് ഇവൻ പതുക്കെ മാറാം. ഇവനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ആക്കിയിരിക്കുന്നത് ബാംഗ്ലൂരാണ്. മനസ്സിലാക്കണേ, നിങ്ങളെ വ്യക്തമായി മനസ്സിലാക്കണം. നിന്നെ ഞാൻ ആക്കിയിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ നിനക്ക് വേണ്ടി ഞാനൊരു കമ്പനി ഇടും. ആ കമ്പനി മൾട്ടിനാഷണൽ കമ്പനി ആയിട്ട് വളരും എന്ന് അവനോട് പറഞ്ഞപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും പോകുന്നത് ഗൾഫിലോട്ടാണ്. ഉടനെ അവൻ എങ്ങോട്ട് പോയി? ഗൾഫിലോട്ട്. ഗൾഫിൽ പോയി അവൻ കടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കാൻ മാർഗമില്ല. ഏറ്റവും അവസാനം അവിടെ നിന്ന് വിസയൊക്കെ തട്ടി ഒപ്പിച്ച് അവന് നാട്ടിലൊരു 2 നില വീടൊക്കെ പണിതു. പക്ഷെ ഇവന്റെ മനസ്സിൽ സമാധാനമില്ല, ഫുൾഫിൽമെന്റ് ഇല്ല. ഉടനെ ഇവൻ ഓർത്തു, എന്നാ ഒരു കല്യാണം കഴിച്ചേക്കാം, ഒരു നേഴ്സിനെ കിട്ടിയേക്കാം. ഉടനെ നേഴ്സിനെ കിട്ടി UK പോകാനായിട്ട്. അവൻ UK വന്നു. ഇവിടെ വന്ന് പുള്ളി ആദ്യമൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ്, കുറച്ച് കഴിഞ്ഞാൽ പുള്ളി പിന്നെയും ഡിസാറ്റിസ്ഫൈഡ് ആയി. ശ്വാസം മുട്ട. എത്ര ചെയ്തിട്ടും പുള്ളി ഹാപ്പിയല്ല. ഹാപ്പിയല്ല. ഇവിടെ വന്നിട്ട് ഒരു വീട് മേടിച്ചു, 2 വീട് മേടിച്ചു, പുള്ളിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല. എവിടെയോ മിസ്സിങ്. എന്തോ കുഴപ്പമില്ല. ദിസ് പേഴ്സൺ വാസ് നോട്ട് സപ്പോസ് ടു ബി ഹിയർ. ഇവൻ എവിടെ ഉള്ളവൻ? ഇവൻ വേണ്ടവനായിരുന്നു. ഇവൻ വേണ്ടത് ബാംഗ്ലൂര്. ഇവന്റെ വിളി എന്നതായിരുന്നു? മൾട്ടിനാഷണൽ കമ്പനി നടത്തുക എന്നുള്ളതായിരുന്നു ഇവന്റെ വിളി. ഇപ്പൊ ഇവനിവിടെ ചെയ്യുന്ന എന്തുവാ? മൾട്ടിനാഷണൽ കമ്പനിയിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് ആയിട്ട് ആ പരിപാടി. പോയിന്റ് മനസ്സിലായോ? നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലായാൽ നിങ്ങൾക്ക് എൻ്റെ ഡെപ്ത് മനസ്സിലാവും. ഇത് സിമ്പിൾ കാര്യമല്ല. അതുകൊണ്ടാണ് ചിലരൊക്കെ ഫിൽത്തി റിച്ചാ, ഭയങ്കര റിച്ചാ, പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ല, ഒരു ഹാപ്പി അല്ല ജീവിതത്തിൽ. റിച്ചസ്റ്റ് ആൾക്കാർ പലരും സൂയിസൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാ? കാരണം അവർ റിച്ചായി, പക്ഷെ ഹി ഈസ് നോട്ട് ഡൂയിങ് വാട്ട് ഗോഡ് കോൾഡ് ഹിം. ദൈവം അവനെ അയച്ചതല്ല അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് അവന്റെ മാനുഷിക ബുദ്ധിയും അവന്റെ കഴിവും വെച്ച് അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ടാണ് എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ദേവദാസന്മാരെ പഠിപ്പിക്കുന്നത്, യു ഷുഡ് നോ യുവർ പർപ്പസ്. വൈ ആർ യു ഓൺ ദി എർത്ത് ഫോർ. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഭൂമിയിലായിരിക്കുന്നത്? പക്ഷെ ആൾക്കാർ പഠിപ്പിക്കും, ഇത്ര ഡീപ്പായിട്ട് പഠിപ്പിക്കത്തില്ല. എല്ലാവരും പറയും നിങ്ങൾ ജനിച്ചത് ദൈവത്തെ അറിയാനാ. നോ, നമ്മൾ ദൈവത്തിൽ നിന്നാണ് വന്നത്. എവരിവൺ ദൈവത്തെ അറിയുക എന്നുള്ളതല്ല. വി കെയിം ഫ്രം ഗോഡ്, nowhere else. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നാം ദൈവത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഈ ഇന്നർമേന് എപ്പോഴും ഒരു ദാഹമുണ്ട്. എന്തിനു വേണ്ടി? ദൈവത്തോട് ഒരു ദാഹം, അല്ലേ? ഒരു ദാഹം. അപ്പൊ പറയും, there is a vacuum inside of every man, only Jesus can fulfill. അതുകൊണ്ട് ആളുകൾ എത്ര അച്ചീവ് ചെയ്താലും, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് 2 തരത്തിലുള്ള വാക്വമാ ഉള്ളു. ഒന്ന് സ്പിരിച്വൽ, അല്ലെങ്കിൽ ഗോഡ്സ് വാക്വം. നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ അത് മാറത്തുള്ളൂ. 2 നമ്മുടെ അസൈൻമെന്റ് വാക്വം. യേശുവിനെ അറിഞ്ഞതിന് ശേഷവും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒത്തിരി വിശ്വാസികളില്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ എല്ലാവരും യേശുവിനെ അറിഞ്ഞ് ആരാധിച്ച് നിൽക്കുന്നവരല്ലേ? നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണോ ജീവിതത്തിൽ? ആണോ? വൈ? That means there is something.
എന്നാൽ ഞാൻ വേറെ കാര്യം പറയട്ടെ. യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് പത്രോസ് വന്നു. പത്രോസ് പറഞ്ഞു, യേശുവേ, നീ മരിക്കാനൊന്നും ഞാൻ അനുവദിക്കത്തില്ല, സാത്താനെ എന്നെ വിട്ട്. എന്തുകൊണ്ടാണ് യേശു പത്രോസിന് പറഞ്ഞ് സാത്താനെ എന്നെ വിട്ടു പോകുന്നത്? കാരണം യേശു അത് ചെയ്തില്ലായിരുന്നു, പത്രോസ് പറഞ്ഞ കേട്ടിട്ട് അതിന്റെ പുറകെ പോയായിരുന്നെങ്കിൽ യേശു വിൽ ലീവ് എ ഡിസാറ്റിസ്ഫൈഡ് ലൈഫ്. യേശു അങ്ങനെ ചെയ്യത്തില്ല, അവൻ ദൈവമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഒരിക്കൽ നമ്മുടെ സാറ കൊച്ചമ്മ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം, എനിക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നമ്മുടെ ഹാഗാർ മോളുടെ അടുത്ത് പോയി എനിക്കൊരു കൊച്ചിനെ തരണം. ഉടനെ അബ്രഹാം സന്തോഷത്തോടാണ് പോയതെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പം യെസ് എന്ന് പറഞ്ഞായിരിക്കും അബ്രഹാം പോയത്, നമുക്കറിയത്തില്ല കേട്ടോ, അത് നമുക്കൊരറിവില്ല. അബ്രഹാം പോയി. ചിലപ്പോൾ സാറയോട് പറഞ്ഞു കാണാം, മോളെ വേണ്ട വേണ്ട, നീ പോണം, പോയേ പറ്റത്തുള്ളൂ, എനിക്ക് കൊച്ചു വേണം. ചിലപ്പോൾ അബ്രഹാം അങ്ങനെ ആയിരിക്കും പോയത്. എക്സോർ ബൈ അബ്രഹാം പോയി. അബ്രഹാം ഒരു കൊച്ചിനുണ്ടായി. അബ്രഹാമിനല്ലേ, ചേട്ടാ കടന്ന് ഉടനെ കൊച്ചുണ്ടാകേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന് ഹാഗാറിന്റെ വയറങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ? കർത്താവ് ബ്ലോക്ക് ചെയ്തില്ല. എന്നാൽ ഒരു പെങ്കൊച്ചുണ്ടായ പോരെ? ആങ്കൊച്ചു കൊടുത്താൽ. ഓർത്തു നോക്കി, ഈ അബ്രഹാമിന് ആങ്കൊച്ചുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ദൈവം കൊടുത്തി. അതൊരു പ്രത്യേകത. അത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ബൈബിളിലതൊക്കെ. അപ്പം അബ്രഹാം പോയി, അബ്രഹാമിന് ഒരു ആൺകുട്ടി ഉണ്ടായി. അതിനുശേഷം സാറ തന്നെ പറഞ്ഞു അവളെയും കൊച്ചിനെയും പുറത്താക്കണം. അബ്രഹാമിന്റെ ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷനും പ്രയാസവും ഉണ്ടായി. അതുകൊണ്ട് ഇസഹാക്കിന്റെ യാഗത്തിന്റെ സമയം വന്നപ്പോൾ അബ്രഹാം സാറായോട് അത് പറഞ്ഞില്ല. അബ്രഹാം തീരുമാനിച്ചു, ഐ വിൽ നോട്ട് അലൗ മൈ വൈഫ് ടു ടേക്ക് മീ അവേ ഫ്രം ദ പ്ലാൻ ദാറ്റ് ഗോഡ് ഹാസ്. അത് സാറായോട് പറഞ്ഞായിരുന്നെങ്കിലോ, സാറ പറഞ്ഞായിരുന്നു, നീ ഇസ്മായിലിനെ കൊണ്ടുപോയി യാഗം കഴിപ്പിക്കുക, നീ ചെല്ലേ, ഇസ്മായിൽ കിട്ടിയ അവസരം പിടിച്ചോണ്ട് പോക്കും, അവളെയും തീർക്കാം കൊച്ചിനെയും തീർക്കാം, കൊണ്ടുപോടാന്ന് പറഞ്ഞാൽ അല്ലേ, ഉറപ്പായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അബ്രഹാം അത് കേട്ടില്ല. അബ്രഹാം കർത്താവ് പറഞ്ഞത് കേട്ടു. ഞാൻ ഇന്ന് പറയുക, നിങ്ങൾ കർത്താവ് പറയുന്നത് കേക്ക്. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ പറയുന്നില്ല, കർത്താവ് പറയുന്നത് കേക്ക്. നിങ്ങളുടെ ഇമോഷൻ അല്ല, കർത്താവ് പറയുന്നത് കേക്ക്. യു വിൽ ബി ബ്ലെസ്ഡ്. നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് ചുറ്റുപാടിനെ ഭയപ്പെട്ട, അല്ലേ? We are surrounded with surroundings and we are worried about people around us. ഇപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ ഓരോ തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഞാൻ ചർച്ചിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചർച്ചിലെ ആൾക്കാർ എന്നാ പറയും, ചർച്ച എന്ത് ചിന്തിക്കും, അല്ലേ? ഹോളിഡേക്ക് പോകുന്നതിന് മുമ്പ് പോലും ചിന്തിക്കുന്ന ചർച്ചിനെ കുറിച്ചാണ്. ഇങ്ങനത്തെ ഒരു ഹോളിഡേക്ക് പോയാൽ ചർച്ചിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ, ചർച്ചിലെ ആൾക്കാർ എന്നാ ചിന്തിക്കും? പല ഹോളിഡേക്കും പോകാതിരിക്കുന്നത് പോലെ അങ്ങനെയാണ്. ഉള്ള കാര്യം തുറന്നു പറയുക, നിങ്ങളോട് ചുമ്മാ പറയുകയല്ല, ഉള്ള കാര്യം തുറന്നു പറയുക. ഇപ്പൊ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ മതി, അതോടുകൂടി പാസ്റ്റർ ബിസിനസ് ക്ലാസ്സിലെ യാത്ര. അതുകൊണ്ട് ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പുറത്ത് പിടിച്ചു നിൽക്കാമെങ്കിൽ പിടിച്ചു നിന്ന് പോകാവോ എന്ന പാസ്റ്റർ നോക്കുന്നത്. മനസ്സിലായോ? പാസ്റ്ററിന് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാൻ പറ്റത്തില്ല. സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ പാസ്റ്റർ എന്നെ അടിപൊളി ലൈഫാ, തീർന്നു. കമന്റ്സാ ഞാൻ പറയുന്നത്, കേട്ടിട്ടുള്ള കമന്റ്സാ. ഒരു നല്ല ഉടുപ്പ് മേടിച്ച് ഒരു 250 പൗണ്ടിന്റെ ഒരു സൂട്ട് മേടിച്ച് 250 എന്ന് പറയാൻ പറ്റത്തില്ല, ചാരിറ്റി ഷോപ്പിൽ നിന്ന് മേടിച്ചെന്ന് പറയണം. 250 മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നോട്ടം ഇങ്ങനെ പോകുന്നേ. അപ്പം അങ്ങനത്തെ സറൗണ്ടിങ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു സറൗണ്ടിങ്സിലേക്കാണ് ഈ വ്യക്തിയെ ദൈവം അയക്കുന്നത് വിത്ത് എ മാസ്റ്റർ പ്ലാൻ. അങ്ങനെ ആ മാസ്റ്റർ പ്ലാനും കൊണ്ട് വന്ന് ലാൻഡ് ചെയ്തു, പൊങ്ങി കർത്താവിന്റെ പദ്ധതി പ്രകാരം. അതാണ് സാത്താൻ ഇവനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, ദൈവത്തിന് ഇവനെ കുറിച്ചൊരു. അപ്പോൾ ഇവൻ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ സാത്താൻ ചെയ്യുന്ന എന്നാണെന്നറിയാം. ഇതാണ് വളരെ രസകരം. TV-യിൽ കൂടി, ഷോകളിൽ കൂടി, യൂട്യൂബിൽ കൂടി, മാസികകളിൽ കൂടി, കൂട്ടുകാരിൽ കൂടി, സോങ്ങുകളിൽ കൂടി, MTV ആകട്ടെ, ഫാഷൻ TV ആകട്ടെ, ഏത് പാട്ടെ, ഇതിൽ കൂടെ മുഴുവൻ കൊടുക്കുന്നത് എന്തുവാ? ഇവനെ എങ്ങനെ കർത്താവിന്റെ മാസ്റ്റർ പ്ലാനിൽ നിന്ന് ഇവനെ മാറ്റാവുന്ന ഗെയിംസ് മുഴുവൻ ക്രിയേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാവോ? ഹൗ എ ചൈൽഡ് ക്യാൻ ബി ടേക്കൺ അവേ ഫ്രം ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗോഡ്. എവരി ഗെയിം ദൈവം ക്രിയേറ്റ് ചെയ്ത ഗെയിം എവിടെ ഉള്ളേ? ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഗെയിം എവിടെ ഉള്ളേ? നിങ്ങൾ യൂട്യൂബ്, നമ്മുടെ പിള്ളേരെല്ലാം യൂട്യൂബ് കൊണ്ടിരിക്കും. നമ്മുടെ മോളൊക്കെ യൂട്യൂബിനകത്താണ് ജീവിക്കുന്നത്. പരിധി വരെ നോക്കിയാൽ ഫുൾ ടൈം ഫോണിലല്ലേ.
അതിനകത്ത് എവിടെയാ ഉള്ള ലീഡിങ് ദം ടു ദ പ്ലാൻ ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്? ഇല്ല. അവരെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാ? അതർ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് പിള്ളേർക്ക് ഫോൺ കൊടുക്കരുത്. ഫോൺ എറിഞ്ഞ് നിങ്ങൾ പൊട്ടിച്ചു. എന്റെ ഫോൺ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടാ? നോ, ദാറ്റ്സ് നോട്ട് വാട്ട് ദേ വാണ്ട്. നമ്മളോ ആവശ്യമില്ലാത്ത കോമഡി ഷോയും കണ്ട്, റീൽസും കണ്ട്, ഷോർട്സും കണ്ട് ഇങ്ങനെ കണ്ടോന്നേ അവർ തമ്മിൽ എന്നെ അടി ഇങ്ങനെ ഇരിക്കുക. ഇതും കണ്ടോണ്ട് അതൊന്ന് ഷട്ട് ചെയ്യാവും. എന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ആളുകൾ നിങ്ങളെ ഇങ്ങനെ ഈ തരിതരിപ്പിക്കുന്ന മെസ്സേജ് അല്ല കേൾക്കേണ്ടത്. നിങ്ങളെ കർത്താവിലേക്ക് ഗൈഡ് ചെയ്യുന്ന മെസ്സേജാണ്. ഈ അബ്രഹാമിനും യാക്കോബിനും യോസഫിനും ഒക്കെ എവിടെ തരിതരിപ്പ് മെസ്സേജ് കേട്ടത്? കേട്ടായിരുന്നു അവർ വല്ലോ? ഒരു മെസ്സേജും പറയാലായിരുന്നു. എല്ലാവരും കുറ്റം പറയുന്ന നടുക്കും അവരെന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി നിന്നു. ഈ തരിതരിപ്പ് മെസ്സേജ് കേൾക്കുന്നതിന്റെ കാര്യമുണ്ടോ? നിങ്ങൾ ആ മെസ്സേജ് കേൾക്കുമ്പോൾ ഇങ്ങനെ ചാടും, കുറച്ച് കഴിഞ്ഞ് പ്രശ്നം കാണുമ്പം ഇങ്ങനെ ഇരിക്കും. കാര്യം നമ്മൾ കുമള പോലെയാ. അപ്പൊ അവൻ ഈ കർത്താവ് പറഞ്ഞവൻ കർത്താവിന്റെ പ്രധാനപ്പെട്ട ആ മുഴുവൻ പവറുമായിട്ട് അവൻ വന്ന് ലാൻഡ് ചെയ്തു. അവൻ വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം അവൻ ജീവിക്കുമ്പോൾ അവൻ ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന സമയമായി, മാരേജിന് സമയമായി. മാരേജിന് സമയമായപ്പോൾ അവൻ എന്നതാ നോക്കിയത്? അവളുടെ ഷെയ്പ്പ്, നല്ല ഷെയ്പ്പുള്ള അവളുടെ വിസ. കേറിപ്പോകാൻ പറ്റിയ വിസ അല്ലേ? പിടിക്കുകയാണെ പുളിങ്കൊമ്പെ പിടിക്കണം. ശരിയല്ലേ? കേട്ടിട്ടില്ല നാട്ടില്? പിടിക്കുകയാണെ പുളിങ്കൊമ്പെ പിടിക്കണം. കാശുള്ള വീട്ടിലെ പെണ്ണിനെ കെട്ടി. പത്രത്തിൽ മനോരമയ്ക്കകത്തും നമ്മുടെ ക്രിസ്ത്യൻ മാസികകൾക്കകത്തും ഒക്കെ പരസ്യം ചെയ്തു. ഇംഗ്ലണ്ടിൽ PR-ഓ വർക്ക് പെർമിറ്റോ സിറ്റിസൺഷിപ്പോ അമേരിക്കയിൽ ഗ്രീൻ കാർഡോ സിറ്റിസൺഷിപ്പോ ഉള്ള യുവതികളിൽ നിന്നും അല്ലെങ്കിൽ യുവാക്കന്മാരിൽ നിന്നും വിവാഹാലോചന ക്ഷണിച്ചുകൊള്ളുന്നു. അങ്ങനെ ഇവനെ ദൈവം വിളിച്ചിരുന്നത് സുവിശേഷ വേലയുമായി ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കാൻ വേണ്ടി. അവളെ വിളിച്ചിരുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൽ പോകാൻ വേണ്ടി. മനസ്സിലാക്കണേ. ഇവൻ സുവിശേഷ വേല ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് അവൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വെക്കുന്നു. ഇവൻ നമുക്കിന്ന് ആരാധിക്കണം എന്ന് പറയുമ്പോൾ അവൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അടുത്ത വശം പോകുമ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സ് അങ്ങനെയുള്ള ഡ്രസ്സ്. ഇത് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലല്ലോ. എടാ, മനസ്സിലാകത്തില്ല. കാരണം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരാൾ ഉണ്ടായിരുന്നു, നീ ചൂസ് ചെയ്തില്ല. ഇത് പറയുമ്പോൾ ഭാര്യമാരും ഭർത്താക്കന്മാരും നമ്മൾ അടിക്കരുത് കേട്ടോ. എനിക്കിട്ടൊന്നും വൈകിട്ട് അടിച്ചേക്കരുത്. ഞാൻ പറയുന്നതിന്റെ നിങ്ങളെ ഡെപ്ത് മനസ്സിലാക്കണേ. ദൈവത്തിന് നമ്മെക്കുറിച്ച് അത്ര പദ്ധതിയിട്ടാണ് നമ്മളെ കൊണ്ടുവരും. എനിക്ക് എൻ്റെ ഉള്ളിൽ അറിയാം, വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. സോ ക്ലിയർ. ഇതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റരുത്. അതുപോലെ നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാം. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് എൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അല്ല കണ്ടത്. എന്തുവാ കണ്ടത്? ദൈവം യഥാർത്ഥത്തിൽ ഇന്നർമേനെ വിളിച്ച വിളിയെ കുറിച്ചാണ് കണ്ടത്. ഇനിയും ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പ്രവാചകന്മാരുടെ അടുത്ത് ഒരു പ്രവാചകന്റെ അടുത്ത് പോണേ. പ്രവാചകൻ പ്രവചിക്കുന്നത് നിങ്ങളുടെ ബോഡിയോടല്ല. നിങ്ങൾ എഴുതിയിട്ടോ ഇത് കേട്ടോ. ഇതൊക്കെ വളരെ വാല്യുബിൾ പോയിന്റ്സാണ് ഞാൻ പറയുന്നത്. സാധാരണ ഒരിടത്തും കിട്ടത്തില്ല തോന്നുന്നു. അഹങ്കാരം പറയുന്നതല്ല, കാര്യമായിട്ട് പറയുക. പ്രവാചകൻ പ്രവചിക്കുന്ന നിങ്ങളുടെ ബോഡിയോടല്ല, നിങ്ങളുടെ സോളിനോടുമല്ല. പ്രവാചകൻ പ്രവചിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനോട്. ഈസ് ടോക്കിംഗ് അബൌട്ട് യുവർ സ്പിരിറ്റ്. പ്രവാചകൻ നിന്നെ നോക്കിയിട്ട് പറയുകയാണ്, നീ ബെനീഹിനെ പോലെ ശുശ്രൂഷ ചെയ്യും. ഇതുവരെ ആയിട്ട് 5 പേരെ ചർച്ചിലുള്ളൂ. നീ നടക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിന്റെ കീഴിൽ 3 ലക്ഷം പേര് ജോലി ചെയ്യുന്ന ബിസിനസ് നിനക്ക് ഉണ്ടാകും. സെയിൻസ്ബറിൽ ഇപ്പോഴും ചുമട്ടുകാരെയാ പരിപാടി. യഥാർത്ഥത്തിൽ പറയുന്നത് എന്തുവാണെന്നറിയാമോ? ഹി ഈസ് സ്പീക്കിംഗ് ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്.
ദൈവം നിന്നെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എന്തായിരുന്നു ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി? ആ പദ്ധതി അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാം കരയണെ പോയിരുന്നു കരഞ്ഞോണം വീട്ടിൽ. അത് നമുക്കാകാതെ വരുമ്പോ പ്രവാചകനെ കുറ്റം പറയും. പ്രവാചകൻ കള്ളത്തരം അല്ല പറഞ്ഞത്. No, he did not speak a lie. He spoke with the full power of the Holy Spirit. Holy Spirit reminding the inner man. അകത്തെ മനുഷ്യനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാ, നീ നിൽക്കുന്നത് തെറ്റായ സ്ഥലത്താണ്, നീ ആയിരിക്കുന്നത് തെറ്റായ ബന്ധത്തിലാണ്. Come out. Why? Because plan of God, the master plan of God for you is not this. It is way bigger than this. Way bigger than this. He is speaking to our inner man. And that's what the prophet is. പക്ഷെ നമ്മളിത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ പിന്നെയും പഴയ അടിമ നുഖത്തിനുള്ളിൽ, പഴയ ബന്ധത്തിനുള്ളിൽ, പഴയ ബന്ധനങ്ങൾക്കുള്ളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുക. എന്നിട്ട് പ്രവാചകനെ കുറ്റം പറയാ. No, don't speak against the prophets of God. The Lord is speaking to our inner man, not to our body. ഈ ബോഡി ഭൂമിയിലേതുള്ളതാ, ഭൂമിയിൽ ഇട്ടേച്ച് പോവും. പക്ഷേ അവൻ സംസാരിക്കുന്നത് ഭൂമിയിലെ ആത്മാവ് കൊണ്ടല്ല, അവൻ സംസാരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനാണ്. ആ ദൈവം നമ്മുടെ ഇന്നർമേനോട് സംസാരിച്ചിട്ട് പറയുക, മനാസേ, റൂബി, ജോണി, റിങ്കു, പ്ലീസ്, this is my master plan for you. Come back into the plan. നമ്മളത് ആകാൻ മേലാതെ അവസാനം മരിച്ചു പോകുമ്പോൾ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. When we reach heaven, when we die and go, we all will leave our body back here. നമ്മൾ നമ്മുടെ ശരീരം വിട്ടിട്ടാണ് പോകും. നമ്മൾ ആ ശരീരം കൊണ്ടല്ല. നമ്മൾ അവിടെ തിരിച്ചു കയറി ചെല്ലുമ്പോൾ അവൻ നമ്മളോട് പറയും, എത്ര പ്രവാചകന്മാരിൽ കൂടിയും പ്രവാചകയെ കൂടി ഞാൻ നിന്നോട് പറഞ്ഞ നിന്റെ വിളി ഇതായിരുന്നു, പക്ഷെ നീ അത് ചെയ്തില്ല. നീ 10 പേരെ വെച്ചോട്ട്. നിന്നെക്കുറിച്ച് ഞാൻ എത്ര കോടികളെ ആളുകളെ എനിക്കിലേക്ക് നേടാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചത്, നീ ഒന്നുമായി. You did not fulfill the purpose, not even one person. Every decision you made was wrong. It was based on your emotions. You did not listen to me. ഞാൻ നിന്നോട് പറഞ്ഞത് അന്ന് രാത്രി സംസാരിച്ചതാ. അന്ന് രാത്രി നീ പ്രാർത്ഥിച്ചു ഓർക്കുന്നുണ്ടോ? 17 ഡിസംബർ 3 മണിക്ക് വെളുപ്പിന്, കർത്താവേ ഇത് നിന്റെ ഹിതമാണോ? അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് നീ പോയി കൈ കൊടുത്തില്ലേ? നമ്മൾ അവന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. സോറി ലോർഡ്, നമുക്ക് വേറൊന്നും ചെയ്യാം. കാരണം അവൻ തന്ന മാസ്റ്റർ പ്ലാൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എഫക്റ്റ് ആവുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു മിസ്ത്രിയാണ് നിങ്ങളിന്ന് പഠിപ്പിക്കുന്നത്, ചെറിയ കാര്യമല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഞാനിപ്പോൾ ഒരു പാസ്റ്ററാണ്. ആം ഐ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട്സ് ഹാപ്പനിങ്? നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. അതിന്റെ അർത്ഥം there is something greater the Lord is trying to talk to you. Sometimes ദൈവം എന്ന് അറിയോ കുത്തി പുറത്താക്കും, യോനായെ കുത്തി പുറത്താക്കിയ പോലെ. അത് ചിലപ്പോൾ വിവാഹ ബന്ധത്തിൽ നിന്ന് പോലെ കുത്തി പുറത്താക്കിയെന്ന് വരും. ഇണയില്ലാപ്പണ കൂടി തകർത്ത് ജീവിതം നശിപ്പിച്ച് കിടക്കുക. ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നവർ നിങ്ങളെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പം യോസഫിനെ പിടിച്ച് പൂട്ടിയ പോലെ ചിലപ്പോൾ പൂട്ടി അകത്തിട്ടെന്ന് വരും. മോശയെ ഓടിച്ച പോലെ തല്ലി ഓടിച്ചെന്ന് വരും. എന്തിനാണെന്നറിയാവോ? അവരെങ്കിലും ആഗ്രഹിക്കുന്നത് ഹി വാണ്ട് ടു ടേക്ക് യു ടു ദ മാസ്റ്റർ പ്ലാൻ. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നതിന്റെ ഡെപ്ത് മനസ്സിലാകുന്നു? അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പറയുക, ഐ ഹാവ് എ ഡ്രീം കേട്ടോ സാറാ, എനിക്ക് ഡ്രീം ഉണ്ട് കേട്ടോ. എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടൊക്കെ മേടിച്ച് 2-3 വണ്ടിയൊക്കെ മേടിച്ചിട്ട് ഒരു 10-500 പേരുള്ള ചർച്ചയൊക്കെ ആയിട്ട് ഇരിക്കണം എന്ന് ഒരാൾ പറയാന്ന് വെച്ചു. Heaven will say, that is your dream, the dream of the flesh. My dream is not that. My plan for you is not. അത് എൻ്റെ പ്ലാൻ അല്ല നിന്റെ മേലെ, അത് നിന്റെ ഡ്രീമാ. എനിക്ക്
ഒരു നല്ല വെളുത്ത മെലിഞ്ഞൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കണം. എന്നിട്ട് രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് സുഖമായിട്ട് ഞങ്ങൾക്ക് US അരിസോണയിൽ സെറ്റിൽ ആകണം. അതാണ് എൻ്റെ ആഗ്രഹം. കർത്താവ് പറയണം, നിന്നെ ഞാൻ എത്യോപ്യക്ക് വിട്ട് അവിടുത്തെ ഏറ്റവും വലിയ റിവൈവലിസ്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നു. നീ പോകുന്ന അരിസോണയ്ക്ക് പോവുക. നീ ആ എത്യോപ്യക്കാരിയായ കുംഫുവിനെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ നീ അവിടെ പോയി മദാമെ കല്യാണം കഴിക്കാൻ നോക്കി. നീ എന്നതാ കാണിക്കുന്നത്? ഡോണ്ട് ഡു ദ മിസ്റ്റേക്ക്. പക്ഷെ മനസ്സിലാവുന്നുണ്ടോ? ഇത് പറഞ്ഞിട്ട് ആരും ഭാര്യയും ഭർത്താവിനെ ഇട്ടിട്ട് പോകാനൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും കല്യാണം കഴിച്ചവരാ. ഇനി കല്യാണം കഴിക്കാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും, വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും, ഇനി പ്രായമുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കാൻ പറയുക, കർത്താവിന് നമ്മളെക്കുറിച്ചൊരു മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാനിൽ പോകുമ്പോൾ പ്രത്യേകത ഒരു കാര്യം, മറ്റൊരു കാര്യം, ഭാര്യയുടെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആദ്യമേ, നമുക്ക് തെറ്റിപ്പോയാൽ 2, കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥലത്ത്, ആക്കിയിരിക്കുന്ന രാജ്യത്താണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും അതിന് തക്കതായ ആളുകളെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ യു വിൽ നെവർ ഫൈൻഡ് പീപ്പിൾ ഹു സപ്പോർട്ടിങ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് വിശ്വസ്തരെ കാണാൻ പറ്റത്തില്ല കൂടെ, ഒരിക്കലും ഒറ്റ വിശ്വസ്തരെ കൂടെ കിട്ടത്തില്ല. ആരെ നിങ്ങൾ നോക്കിയാലും ഇവരാരും വിശ്വസ്തരല്ലല്ലോ, ഇവരെന്നെ നമുക്കൊട്ടും ചെയ്യുന്നില്ല. അത് അവരുടെ കുഴപ്പമല്ല. യു ആർ നോട്ട് അറ്റ് ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾ അതിശക്തമായി വളർന്ന മിനിസ്ട്രികളെ നോക്കണേ. ഓറൽ റോബർട്ട്സ്, ബെനിഹിൻ, റെയ്നാർഡ് ബോങ്കെ, മോറിസ് സിറില്ലോ, ഇവരുടെയൊക്കെ മിനിസ്ട്രി നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും. ഇവരുടെ കൂടെയൊക്കെ അതിശക്തമായിട്ട് ഇവർക്ക് വേണ്ടി മരിക്കുന്ന പോലെ നിന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഒരുത്തൻ യോന അല്ല യൂദ അല്ലേ? യൂദായെ കൊണ്ട് ദൈവത്തിന് ഉപകാരം ഉണ്ടായിരുന്നു. എന്നായിരുന്നു യൂദയെ ദൈവം ഉപയോഗിച്ചത്? സാത്താനാ കടന്നത്, അവൻ കള്ളനായിരുന്നു. പക്ഷേ അത് കർത്താവിനെ എവിടെ കൊണ്ടെത്തിച്ചതാ? പക്ഷെ ബാക്കിയുള്ള 11 പേരും യേശുവിൻ്റെ കൂടെ നിന്നു, അവർ അപ്പോസ്തലന്മാരായി മാറി. മനസ്സിലായോ? നമ്മൾ ഒരാളെ പോലും നമ്മുടെ കൂടെ കാണുന്നില്ല. ചില സമയത്ത് ദൈവം നമ്മൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് ദൂരെ ആളുകളെ വലിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇടും, എന്നിട്ട് നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ വന്നിരിക്കുന്നത് വിത്തേ മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാനും കൊണ്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ, നമ്മൾ ഭൂമിയിലെ കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മുടെ ചിന്ത എങ്ങോട്ടായി മാറി? ഈ ഭൂമിയിലെ കാര്യങ്ങൾ നേടുന്ന അച്ചീവ്മെന്റിലായി. എനിക്കൊരു ഡ്രീമുണ്ട്, നമ്മൾ ആ ഡ്രീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ അല്ലേ, വിവാഹത്തിന്റെ കാര്യം വരുമ്പോൾ കർത്താവ് അവളെ തന്നെ തരണം, വേറെ ആരും എനിക്ക് വേണ്ട, ഞാൻ അവളെ എങ്ങനെയാണെങ്കിലും ഞാൻ സഹിച്ചോളാം കർത്താവ്, അവളെ തന്നേച്ചാൽ മതി, വേറെ ആർക്കും കൊടുക്കരുത് കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് ഇവിടെ എടുത്തേച്ചാൽ മതി കർത്താവ്, ആര് വേണം? കർത്താവ് എനിക്ക് എങ്ങനെയെങ്കിലും UK ചെന്ന് കയറണം, അതിന് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കർത്താവ്, എനിക്ക് UK കർത്താവെ ഞാൻ UK കാണുന്നു. UKയുടെ മാപ്പെ കൈവച്ച് ഇങ്ങനെ ഞെക്കി വെച്ച് പ്രാർത്ഥിക്കുക, UK. അങ്ങനെ കർത്താവ് UK കൊണ്ടുപോകും. നാട്ടുപൊട്ടിഞ്ഞ് പണിയെടുത്ത് തലവേദനയും പിടിച്ച് മുടിയും പൊഴിഞ്ഞ് ആകെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ അയ്യോ എന്ന് പറയുമ്പോൾ ഞാൻ UK എന്നാ വിളിക്കുന്നത്. നാട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ നടക്കും, ഇങ്ങനെ ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ കിടുക്കാടല്ല ഓട്ടം. ദൈവം നിന്നെ ആക്കുന്ന രാജ്യത്ത് നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. God will bless you in the land he has planted. നീ ഒന്നും ചെയ്യണ്ട, അനുഗ്രഹിക്കപ്പെട്ടോളൂ. കർത്താവ് അനുഗ്രഹിച്ച കുടുംബമാണെങ്കിൽ ഓട്ടോമാറ്റിക് അനുഗ്രഹിക്കപ്പെട്ടോളൂ. അത് ഓട്ടോമാറ്റിക്കാണ്. നമ്മളൊന്നും ചെയ്യണ്ട, it will automatically come because you are in the plan of God. You are exercising the master plan of God. Automatically happens. ഇല്ലെങ്കിൽ എൻ്റെ മക്കളെ, വീലില്ലാത്ത ഉന്തുവണ്ടിയിലെ കയറ്റത്തിൽ സാധനം വലിക്കുന്നവരാ. ഉന്തുവണ്ടി അറിയാം? ഉന്തുവണ്ടി അകത്ത് നിന്നതിന് ശേഷം ഇങ്ങനെ വലിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ട്? വീലില്ലാത്ത ഉന്തുവണ്ടിയാല് കയറ്റത്തിൽ സാധനം വലിക്കാൻ എങ്ങനെ ഇരിക്കും? അതുപോലെ എന്തുകൊണ്ടാണെന്നറിയാവോ? വി ആർ നോട്ട് ഇൻ ദ മാസ്റ്റർ.
പിന്നെ സംടൈംസ് ദൈവം നമുക്കൊരു ഇൻസെൻറ്റീവ്സ് ഒക്കെ തരും. ഇവനൊന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ടെന്ന് ഓർത്ത്. നോ, വി മസ്റ്റ് ബി ഇൻ ദ മാസ്റ്റർ പ്ലാൻ. മാസ്റ്റർ പ്ലാനിലാണെങ്കിൽ പ്രത്യേകതയുണ്ട് കേട്ടോ. എവിടെ സ്ട്രഗിൾ ചെയ്താലും നിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതിന്. ദൈവം ബൈബിൾ ഉപയോഗിച്ച് എല്ലാ ദൈവഭക്തന്മാരെ നിങ്ങൾ എടുത്തു നോക്കും. ഇത് മെസ്സേജ് കഴിഞ്ഞിട്ടില്ല, സമയം തീർന്നു, അതുകൊണ്ട് നിർത്തുക, പകുതി ആയതേ ഉള്ളൂ. ഉപയോഗിച്ച് ദൈവദാസന്മാരെ മുഴുവൻ നമ്മൾ എടുത്തു നോക്കുക. മുഴുവൻ ആളുകളെയും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. അവർ സ്ട്രഗിളിൽ കൂടെ കടന്നുപോയി, പക്ഷേ ദൈവം അവരെ വിളിച്ചത് കംപ്ലീറ്റ് ചെയ്ത് ദൈവം കൊണ്ടുപോയല്ലോ. എല്ലാവരും എല്ലാം. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ പുട്ട് മീ ബാക്ക് ഇൻ ദ മാസ്റ്റർ പ്ലാൻ. അവനെ കൊണ്ട് സാധിക്കും, ഇപ്പോഴും സാധിക്കും. പക്ഷെ അവൻ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നു നമുക്കറിയാൻ പറ്റും. മനസ്സിലായോ? അവൻ അതിനുവേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാം. അവൻ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്താൽ നമ്മളെ മാസ്റ്റർ പ്ലാനിലാക്കാൻ പറ്റും നമുക്കറിയത്തില്ല ഇപ്പോഴും. അവൻ ചെയ്യാൻ, കാരണം നമ്മൾ ഇങ്ങനെ പോകേണ്ടവരായിരുന്നു, നമ്മൾ പോയത് ഇങ്ങനെയാണ്. തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിന് എന്തൊക്കെ ചെയ്താലായിരിക്കും അറിയത്തില്ല. അടിച്ച് നൂർത്ത് വലിച്ച് കെട്ടിപ്പറിച്ചല്ലേ എടുക്കണ്ടേ? അപ്പൊ പലരും പറയും കർത്താവേ വേണ്ട. അങ്ങനല്ല. നമ്മൾ സാറ്റിസ്ഫൈഡ് ആകണമോ? ആസ് എ ഹ്യൂമൻ, ആസ് എ ഇന്നർ മാൻ സാറ്റിസ്ഫൈഡ് ആകണമോ? ഷുഡ് ഹി ഫീൽ then we should be in the real, നമ്മളെ പ്രോഗ്രാം ചെയ്തൊരു പ്ലാനുണ്ട്, നമ്മൾ അതിലായ മാത്രം സാറ്റിസ്ഫൈഡ് ആകും. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഇത്രയും നേരം അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് നന്മയ്ക്കായി, അനുഗ്രഹത്തിനായി നന്ദി പറയും. സർവ്വമഹത്വവും സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. അത് ക്രിസ്തയേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. നമുക്ക് സ്തോത്രകാഴ്ച എടുക്കാനുള്ള സമയമാണ്. നമ്മളെല്ലാവരും ഓൺലൈനിലാണ് സ്തോത്രം